ഇപ്പോൾ പ്രതിരോധ വിദഗ്ധൻ കേണൽ എസ് ഡിനി നമുക്കൊപ്പം ചേരുകയാണ്. കേണൽ, ഉറിയിൽ ഇന്ത്യ നടത്തിയ പോലുള്ള ഒരു ആക്രമണം, ബാലാക്കോട്ടിൽ നടത്തിയുള്ള ഒരു ആക്രമണം, അങ്ങനെ ഉള്ള രണ്ട് തരത്തിലുള്ള ആക്രമണങ്ങളുടെയും ശൈലി ആകരുത്, അല്ലെങ്കിൽ അതായിരിക്കില്ല ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, അല്ലേ? പ്രത്യേകിച്ച് പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി തയ്യാറെടുക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഒരു സർപ്രൈസ്, ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്കൊക്കെ ഇന്ത്യ എങ്ങനെ കടക്കും എന്നുള്ളത് ഉറ്റുനോക്കുമ്പോൾ ഒരു പ്രതിരോധ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളെന്ന രീതിയിൽ അതെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? മാഡം, ഇതിനകത്ത് മനസ്സിലാക്കേണ്ടുള്ളത്, നമ്മൾ ഈ തിരിച്ചടി എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച്, അതായത് കോംപ്രിഹെൻസീവ് നാഷണൽ പവർ എന്ന് പറയുന്നത്, ഭാരതത്തിന്റെ ഏതൊക്കെ ശക്തി ഭാരതത്തിലുണ്ടോ ആ ശക്തി ഉപയോഗിച്ചാണ് നമ്മൾ തിരിച്ചടിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് സൈനികമായിട്ടുള്ള ആ തിരിച്ചടി. അപ്പം സാധാരണ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും ഏറ്റവും കൂടുതൽ പരിഗണനയും കൊടുക്കുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടുള്ളത്. പക്ഷെ ഇന്നലെ നടന്നിട്ടുള്ള ചില തീരുമാനങ്ങൾ അത് തന്നെ വലിയ രീതിയിലുള്ള അവിടെ എന്താ പറയുക, സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടികൾ തന്നെയാണ്. ഇപ്പം ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ അത് മാറ്റിവെക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തതിന്റെ തന്നെ പല എഫക്റ്റുകൾ ഓൾറെഡി വരാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ വരും, ഇനി ദിവസങ്ങളിൽ വരും. ഇനി സൈനിക നടപടികളെ കുറിച്ചാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സർപ്രൈസ് ഒരു വലിയൊരു ഫാക്ടറാണ്. ആ സർപ്രൈസ് നമ്മൾ ഒരിക്കലും ഊറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടക്കും നമ്മൾ വിചാരിച്ചില്ല. പുൽവാമ കഴിഞ്ഞിട്ടും എല്ലാവരും തിരിച്ചടിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ആരും വിചാരിച്ചില്ല വായുസേന മാർഗത്തിലൂടെയായിരിക്കും ചെന്ന് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇപ്പോഴും പല ഓപ്ഷനുകൾ അവരിൽ കാണും. പക്ഷെ ആ ഓപ്ഷൻ ഏത് ഓപ്ഷൻ ആയിരിക്കും എടുക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഏത് രീതിയിലാണെന്നും നമുക്കറിയില്ല. കാരണം അത് നടന്നു കഴിഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. അത് അങ്ങനെ പാടുള്ളൂ. കാരണം അതിന്റെ സർപ്രൈസ് ലോസ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ചിലപ്പം അത് ദോഷമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു തീരുമാനമായിരിക്കും. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം അതിന് കുറച്ച് മണിക്കൂറുകളോ മാത്രമായിരിക്കും അവർക്ക് സമയം കിട്ടുന്ന അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടി. അപ്പം എൻ്റെ ഇതൊരു കാഴ്ചപ്പാടില് ഇത് വെറും ഒരു ഭീകരവാദികളുടെ ക്യാമ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രം ചെയ്താൽ പോരാ എന്നുള്ള ഒരു വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഇതിന്റെ ബാക്കിൽ പാകിസ്ഥാൻ സൈന്യമാണ്. അപ്പൊ പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു നഷ്ടം വന്നാലും മാത്രമേ, അല്ലെങ്കിൽ അവർക്കൊന്ന് വേദനിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനൊരു കുറച്ച് നാളത്തേക്കെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാതെ അവരിയ്ക്കും. അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള അതുപോലെ തന്നെ ആയിരിക്കും ഇതിന് ഡിസിഷൻ എടുക്കുന്ന ആളുകളുടെയും ചിന്താരീതികൾ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടായിരിക്കും അവരൊരു ഡിസിഷൻ എടുക്കുന്നത്. എല്ലാവർക്കും ആ ഡിസിഷൻ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ എന്താണ് നടന്നതെന്ന്. അതിന് മുൻപായിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഓപ്പറേഷൻസിൽ ഇപ്പൊ നമുക്ക് പറയാൻ സാധിക്കും. ശ്രീ കേണൽ, ഒരു 4 മാസത്തോളമായിട്ട് പാക് സൈന്യം ഈ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള സ്ഥലത്തൊക്കെ മൈനുകൾ ഘടിപ്പിക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു. അതായത് ഇത് വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നടന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പഹൽഗാമിൽ നടന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു അറ്റാക്ക്, തിരിച്ചൊരു അറ്റാക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കും. അപ്പോൾ കൂടുതൽ സഹായം, ഒരുപക്ഷെ മറ്റ് ഏതെങ്കിലും രാജ്യത്തിന്റെ സഹായം അടക്കം പാകിസ്ഥാൻ തേടാനുള്ള ഒരു സാധ്യത, അങ്ങനെ അലർട്ടായിട്ടിരിക്കാനുള്ള സാധ്യതയൊക്കെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? നോക്കൂ, മറ്റു രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് പാകിസ്ഥാനെ സഹായിക്കാൻ ആകെ ഉള്ളത് ചൈന മാത്രമാണ്. ആൻഡ് ചൈന നേരിട്ട് ഇറങ്ങി പാകിസ്ഥാനെ ഒരിക്കലും സഹായിക്കാൻ പോകുന്നില്ല. അതായത് അവരുടെ തോളോട് തോള് നിന്ന് ഒരു യുദ്ധമൊന്നും ഭാരതമായിട്ട് ചെയ്യാനുള്ള സാഹചര്യമൊന്നും ഇന്നുമില്ല. കാരണം ചൈന അമേരിക്കയായിട്ടുള്ള പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യവും വ്യാപാരവും ഒക്കെ ഒരു വേറൊരു ലെവലിലേക്കുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനെ പോലുള്ള രാജ്യത്തിന് വേണ്ടി അവർ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഒക്കെ ഒന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഡെഫിനറ്റ്ലി സപ്പോർട്ട്, അതായത് ഇപ്പം എക്യുപ്മെന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര UN പോലത്തെ അവിടുത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് അല്ലാതെ അവർ കൂടെ നിന്ന് യുദ്ധം ചെയ്യുക, അതൊന്നും എനിക്ക് തോന്നുന്നില്ല നടക്കുന്ന കാര്യമാണ്. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചോളം ആരാണ് അവർക്ക് വേറൊരു രാജ്യം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി? ടർക്കി ആയിരിക്കും. ടർക്കിയൊക്കെ പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഇത്രയും ദൂരം വന്ന് അങ്ങനെ ഒരു സ്വാധീനം വന്ന് ടർക്കിക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇതല്ലാതെ വേറെ ഒരു രാജ്യവും പാകിസ്ഥാന്റെ കൂടെ ഇല്ല. പക്ഷെ നേരെ മറിച്ച് ഭാരതത്തിനെ സംബന്ധിച്ചോളം ഭാരതം ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഭാരതം സ്വന്തമായിട്ട് തന്നെ ആയിരിക്കും അവരുടെ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് തന്നെ ആയിരിക്കും മിലിറ്ററി ഓപ്പറേഷൻസിൽ ഇറങ്ങിത്തിരിക്കാൻ ചെയ്യുക. ഭാരതത്തിന് വേറെ ആരുടെയും സപ്പോർട്ടിന്റെ ആവശ്യമില്ല. പക്ഷെ തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് അലയൻസ് നമുക്കുണ്ട്. റഷ്യ ആയിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. ഇറാനുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ഇപ്പം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പോലും പാകിസ്ഥാന്റെ ഈ ആക്ഷനെ അപലപിച്ചു അവരൊരു കമന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് അടുത്തും പുറമേ ഉള്ള എല്ലാ രാജ്യങ്ങളും ഭാരതത്തിന്റെ കൂടെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിഷയം വരുത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം
4 മാസം മുമ്പേ മൈൻസ് ഒക്കെ ഇട്ട് അങ്ങനെയുള്ള ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് മുമ്പ് പല റിപ്പോർട്ട്സ് വന്നാണ്. ഇത് ഈ ഒരു അവസ്ഥയിൽ, അതായത് ഒരു യുദ്ധ അല്ലെങ്കിൽ തന്നെയും ഇതുപോലുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ പല രീതിയിലുള്ള ഇൻപുട്സ് വരുന്നുണ്ട്. അത് ഏതൊക്കെ ശരിയാണ് ഏതൊക്കെ തെറ്റാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഒരു റിപ്പോർട്ട് ഞാൻ ഇന്ന് കണ്ടതാണ് രാവിലെ, അതായത് ഈ ഒരു അറ്റാക്ക് ഒരു ഹമാസ് ഭീകരവാദികൾ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ ചെയ്ത പോലുള്ള ഒരു അതിന്റെ ഒരു സാമ്യം കൊല സ്ഥലത്തുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം ഹമാസ് ഈ തീവ്രവാദികൾ പാക് ഒക്യുപ്പൈഡ് കശ്മീരിൽ കഴിഞ്ഞ വർഷം അവരവിടെ വരികയും അവരവിടെ പബ്ലിക്കായിട്ട് കുറെ റാലിയൊക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇന്നത്തെ ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കുന്നത് ഹമാസുമായിട്ട് പാക് ISIക്ക് ഉള്ള ബന്ധം, അവരാണോ ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവരും, ഇതിനെ കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ ഭാരത സർക്കാരിന് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതൊരു ന്യൂസ് ഇൻപുട്ട് മാത്രമാണ്. അതിനകത്ത് എത്രമാത്രം ശരിയുണ്ടോ എനിക്ക് നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു ഫാക്ടർ കറക്റ്റ് ആണ്. ഹമാസ് അവിടെ വന്നിരുന്നു, കശ്മീരിലെ ഭീകരവാദി സംഘടനകളുമായിട്ട് ഒരു വേദിയിൽ ഉണ്ടായിരുന്നു. അതെല്ലാവരും റിപ്പോർട്ട് ചെയ്ത കാര്യം. എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരി കശ്മീർ സോളിഡാരിറ്റി ഡേ എന്നെങ്ങാണ്ട് പറയുന്ന ദിവസം ഫെബ്രുവരി 5-ാം തീയതി എങ്ങാണ്ട് കഴിഞ്ഞ വർഷം പാക് ഒക്യുപ്പൈഡ് കശ്മീരിൽ ഉണ്ടായിരുന്നു. അതൊരു ഫാക്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും ആ രീതിയിലൊക്കെ ഉള്ള ഇൻവെസ്റ്റിഗേഷൻസും അങ്ങനെയൊക്കെ പോകും. അപ്പം ഈ ലൈൻ ഓഫ് കൺട്രോൾ എപ്പോഴും ഇതുപോലത്തെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. അത് ഈ ഒരു ഓപ്പറേഷനുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. കേണൽ ഡിന്നി, നമ്മൾ ഈ ഉറി ബാലാക്കോട്ട് ആക്രമണങ്ങളൊക്കെ നടന്നതിന്റെ ഒരു പാറ്റേൺ ഏത് തരത്തിലായിരുന്നു? ഒരുപക്ഷെ അത് ഇത്തവണ അവലംബിച്ചില്ലെങ്കിൽ പോലും അത് ഏത് തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കുകളും തിരിച്ചടിക്കലുമായിരുന്നു ഇന്ത്യ നടത്തിയത്? ഉറി സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കരമാർഗം, അതായത് ലാൻഡിലൂടെ നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സസിനെ വിട്ട് ഒരു 6-7 കിലോമീറ്റർ അല്ലെങ്കിൽ മാക്സിമം ഒരു 10 കിലോമീറ്ററിന്റെ നമ്മളെ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് ദൂരത്തുള്ള ടെററിസ്റ്റ് ക്യാമ്പ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അവിടെ പോയി ആ ടെററിസ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യുകയായിരുന്നു ചെയ്തത്. കാരണം നമുക്കറിയാം പാകിസ്ഥാന്റെ പോസ്റ്റുകളുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഭീകരവാദികളുടെ ക്യാമ്പുകളുള്ളത്. അത് ലോഞ്ച് പാഡ് എന്ന് പറയാൻ. അതായത് ബാക്കിൽ നിന്ന് അവർ ട്രെയിനിങ് ഒക്കെ ചെയ്ത് 10-80 കിലോമീറ്റർ ഒക്കെ ബാക്കിൽ അവർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കശ്മീരിലേക്ക് നുഴഞ്ഞു കയറ്റാനുള്ള സമയത്ത് ആ ട്രെയിനിങ് സെന്ററിൽ നിന്ന് ഇതിന്റെ ഈ പാകിസ്ഥാൻ പട്ടാള ക്യാമ്പിന്റെ അടുത്തായിട്ട് പോസ്റ്റിന്റെ അടുത്തായിട്ട് ഒരു ലോഞ്ചിങ് പാഡ് എന്നുള്ള രീതിയിലേക്ക് അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് അവിടെ കുറെ ദിവസം നിൽക്കും. പിന്നെ നല്ലൊരു സമയവും സാഹചര്യം കിട്ടുമ്പോൾ അവിടുന്ന് അവർ ആ കാട്ടിന്റെ ഉള്ളിൽ കൂടെ നുഴഞ്ഞു കയറാനുള്ള ശ്രമമാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ചില ലോഞ്ച് പാഡ്സിനെ കുറിച്ചൊക്കെ അല്ല മിക്ക ലോഞ്ച് പാഡ്സിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്, എത്ര പേര് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് അറിയാം പലരും ലൈൻ ഓഫ് കൺട്രോൾ വെച്ച് തന്നെ ന്യൂട്രലൈസ് ആയി പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ക്യാമ്പ്സിനെ ആയിരുന്നു അന്ന് ടാർഗറ്റ് ചെയ്തത്. അതായത് സ്പെഷ്യൽ ഫോഴ്സസ് അവർ ബൈ ഫുട്ട്, അതായത് നടന്നു പോയി ഈ കാട്ടിലൂടെ പോയി ആ ടെറർ ക്യാമ്പിൽ അവിടെ പോയി അവർ അവിടുത്തെ ടെററിസ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്ത് തിരിച്ചു വരികയായിരുന്നു. പക്ഷെ പുൽവാമ കഴിഞ്ഞപ്പം ചെയ്തത് വായുസേന മാർഗിലൂടെ, അതായത് നേരത്തെ കരയായിരുന്നെങ്കിൽ ഇപ്പം വായുസേനയുടെ എയർക്രാഫ്റ്റ്സ് ഉപയോഗിച്ച് ജാഗ്വാർസും മിറാഷും ഒക്കെ ഉപയോഗിച്ചിട്ട് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീർ വിട്ട് പാകിസ്ഥാനിലാണ് പോയി കണ്ടത്. ബാലക്കോട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പാകിസ്ഥാന്റെ ഏരിയ ആണ്. അതിനകത്ത് തർക്കഭൂമിയൊന്നുമല്ല, അത് പാകിസ്ഥാന്റെ ഏരിയ. അവിടെ പോയിട്ടാണ് സ്ട്രൈക്ക് ചെയ്തത്. കാരണം അവിടെ വലിയ ഒരു ടെററിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലേക്കുള്ള ഒരു ക്യാമ്പ് ഉണ്ട്. ആ ക്യാമ്പിനെയാണ് ടാർഗറ്റ് ചെയ്തിട്ട് തിരിച്ച് വായുസേന ജെറ്റ്സ് തിരിച്ചു വന്നത്. അപ്പൊ ഇത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. തീർച്ചയായിട്ടും ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. നമുക്ക് ഇനി ഡ്രോൺസ് ഉപയോഗിക്കുകയാണോ, അല്ലെങ്കിൽ നമ്മൾ സമുദ്രമാർഗത്തിൽ വല്ലതും ചെയ്യാനാണോ, അതോ വേറെ വല്ല രീതിയിൽ അവിടെ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള നമ്മളെ ആളുകളെ ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും ചെയ്യാനാണോ, ബലൂചിസ്ഥാനിൽ എന്തെങ്കിലും ചെയ്യാനാണോ, അങ്ങനെ പല പല ഓപ്ഷൻസ് നമുക്കുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തിട്ടായിരിക്കും അവരത് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ ഇതായിരുന്നു അവരുടെ ഓപ്ഷൻ. ഏതായാലും വളരെ നന്ദി. കേണൽ എസ് ഡിനിയാണ്. ഏത് തരത്തിലുള്ള ഒരു സൈനിക നടപടിയിലേക്കാണ് രാജ്യം കടക്കുക, അത് വളരെ എളുപ്പത്തിൽ അവലംബിക്കാവുന്ന ഒന്നാണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഈ രാജ്യം മുഴുവൻ ചോദിക്കുന്ന സമയത്ത് കൂടിയാണ് കേണൽ ഡിന്നി വിശദാംശങ്ങളും ആ വിലയിരുത്തലുകളും നൽകിയത്. ഒരിക്കൽ കൂടി